നമ്മൾ കാണുന്നത് അൻവർ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖാപരമായ നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഒതായിലെ അൻവറിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പോലീസ് അൻവറിനെ കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്. ഇപ്പോൾ വലിയ ആൾക്കൂട്ടം ഒതായിയിൽ പ്രകടമാണ്. അവർക്കിടയിലൂടെയാണ് പോലീസ് അൻവറിനെ കൊണ്ടുപോകുന്നത്. പിണറായിയുടെ താളം തുള്ളു, പിണറായിയുടെ താളം തുള്ളു. കേരളത്തിൽ പോലീസ്, കേരളത്തിൽ പോലീസ് ഓർത്തു കളിച്ചോ, ഓർത്തു കളിച്ചോ, ഓർത്തു കളിച്ചോ, ഓർത്തു കളിച്ചോ. ഇല്ല ഇല്ല മാപ്പ് തരില്ല, 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 ഇല്ല ഇല്ല മാപ്പ് തരില്ല. നിലമ്പൂർ MLA PV അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതും വീട് വളഞ്ഞ് വീടിനുള്ളിലേക്ക് കടന്ന് അറസ്റ്റ് ചെയ്ത് PV അൻവറിനെ ജീപ്പിൽ കയറ്റി, പോലീസ് ജീപ്പിൽ കയറ്റി ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ടാം തവണയും വിജയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായും CPM-ഉമായും തെറ്റിപ്പിരിഞ്ഞ് സ്വതന്ത്ര MLA-യുടെ പരിവേഷത്തിൽ DMK എന്ന രാഷ്ട്രീയ കൂട്ടായ്മ രൂപീകരിച്ച് കഴിഞ്ഞ 4 മാസമായി നേർക്കുനേർ പിണറായി വിജയനുമായി യുദ്ധങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ ഒരു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത കേസിൽ PDPP വകുപ്പുകൾ കൂടി ചുമത്തപ്പെട്ട് PV അൻവർ MLA-യെ സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജീപ്പിന്റെ പിൻ സീറ്റിൽ അൻവറിനെ ഇരുത്താനുള്ള ശ്രമം വലിയ തർക്കത്തിലേക്ക് നയിച്ചതെന്ന് നമ്മൾ കണ്ടു. പിൻ സീറ്റിൽ ഇരുത്താൻ അനുവദിക്കില്ല എന്നാണ് അനുയായികൾ തർക്കിച്ചത്. തുടർന്ന് അൻവറിനെ മുന്നിലേക്ക് മാറ്റി രണ്ടാം വരിയിലെ സീറ്റിൽ ഇരുത്തുകയായിരുന്നു. ഇപ്പോൾ ആ വെള്ള ജീപ്പ് കടന്നു പോയിരിക്കുകയാണ്. PV അൻവർ MLA അറസ്റ്റിലായിരിക്കുകയാണ്. മുജീബ് ചേരുകയാണ്. മുജീബ്, അൻവറിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്?